ഒഡീഷയിലെ നുവാപാട ജില്ലയിൽ 14 മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സേന. ഒഡീഷ ഛത്തീസ്ഗഡ് സംയുക്ത സേനയുടെ ദൗത്യത്തിലൂടെയാണ് മാവോയിസ്റ്റുകളെ വധിച്ചത്. നക്സൽ വിരുദ്ധ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സുരക്ഷാ സേന വിജയം കൈവരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചു. അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ, അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ നക്സൽ വേട്ടകളിലൊന്നാണ്. ഹാഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികൾ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുകയാണ്. CRPF-ൻ്റെയും പോലീസിൻ്റെയും സംയുക്ത സേനയുടെ നേതൃത്വത്തിലാണ് ആ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിലെ മെയിൻപൂർ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വനമേഖലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരം ഈ സേനയ്ക്ക് ലഭിക്കുന്നത്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു തെരച്ചിൽ ആരംഭിക്കുകയും തുടർന്നതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇതുവരെ 14 മാവോയിസ്റ്റുകളെ വധിച്ചതായാണ് സേന അറിയിക്കുന്നത്. ഇതിൽ തലയ്ക്ക് 1 കോടി രൂപ വിലയിട്ടിരുന്ന ഒരു മാവോയിസ്റ്റിനെയും ഈ എൻകൗണ്ടറിൽ വധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വധിച്ച 14 മാവോയിസ്റ്റുകളിൽ 2 വനിതാ നക്സലുകളുമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുകയാണ്. നക്സൽ വിരുദ്ധ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സുരക്ഷാ സേന വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന പ്രതികരണമാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. നക്സലിസം അതിൻ്റെ അവസാന നാളുകളിലേക്ക് കടന്നു എന്നുകൂടി അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ ഛത്തീസ്ഗഡിൽ ഈ മാവോയിസ്റ്റ് വിരുദ്ധ നടപടി അത് സേനയുടെ ഭാഗത്ത് നിന്ന് ശക്തമാക്കിയിരിക്കുകയാണ്. അച്യുതനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.